കോൺസ്റ്റിറ്റ്യൂഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോർട്ടിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ എന്താ സുപ്രീം കോർട്ട് എന്ന് നോക്കാം. സുപ്രീം കോർട്ട് എവിടെയാണ് കിടക്കുന്നത്? പാർട്ട് 5 ചാപ്റ്റർ 4ലാണ്. ചാപ്റ്റർ 4 പാർട്ട് 5. പാർട്ട് 5 എന്താണ്? യൂണിയൻ ആൻഡ് ടെറിട്ടറിയാണ്. പാർട്ട് 1 യൂണിയനാണ്, അതുപോലെ പാർട്ട് 2 സിറ്റിസൺഷിപ്പാണ്. അങ്ങനെ വന്ന് പാർട്ട് 5 യൂണിയൻ ടെറിട്ടറിയിലാണ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ വരുന്നത്. ഈ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്ന പാർട്ട് 5 ചാപ്റ്റർ 4 ഏതൊക്കെ ആർട്ടിക്കിളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 124 മുതൽ 147 വരെയുള്ള എല്ലാ ആർട്ടിക്കിൾസും ഈ സുപ്രീം കോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. സുപ്രീം കോർട്ട് സ്റ്റാർട്ട് ചെയ്തത് ജനുവരി 28, 1950ലാണ്. സുപ്രീം കോർട്ട് ഇനാഗ്രേറ്റ് ചെയ്തത് നമ്മുടെ ഫസ്റ്റ് പ്രസിഡൻ്റ് ആയിട്ടുള്ള രാജേന്ദ്ര പ്രസാദാണ്. രാജേന്ദ്ര പ്രസാദ്, ആത്മകഥ എന്ന് പറഞ്ഞ ഓട്ടോബയോഗ്രഫിയൊക്കെ എഴുതിയ രാജേന്ദ്ര പ്രസാദ്. ഇനി രാജേന്ദ്ര പ്രസാദ് സുപ്രീം കോർട്ടിൻ്റെ ആദ്യത്തെ പേര് ബ്രിട്ടീഷ് പ്രൈവ് കൗൺസിൽ ആയിരുന്നു. അതിൻ്റെ പേര് മാറ്റിയിട്ടാണ് സുപ്രീം കോർട്ട് എന്ന് ഇട്ടത്. അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം മാറ്റിയിട്ടാണ് ഈ സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർട്ടാണ് സുപ്രീം കോർട്ട്. ഓക്കെ, സുപ്രീം കോർട്ട് റിലേറ്റഡ് ആയിട്ട് 4 കേസസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ജഡ്ജ് കേസ്, സെക്കൻഡ് ജഡ്ജ് കേസ്, തേർഡ് ജഡ്ജ് കേസ്, പിന്നെ ഫോർത്ത് ജഡ്ജ് കേസ്, അതുപോലെ 99th അമെൻമെൻറ്റും. എന്താണ് ഫസ്റ്റ് ജഡ്ജ് കേസ്? അതായത് ഒരു കോടതിയിൽ, അതായത് നമുക്കറിയാം പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ എല്ലാവരും അപ്പോയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അറിയാം. അതുപോലെ സുപ്രീം കോർട്ടിലെ ജഡ്ജിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കണം. പ്രസിഡൻ്റാണ് എല്ലാവരും അപ്പോയിൻറ്റ് ചെയ്യുന്ന പോലെ പ്രസിഡൻ്റാണ് സുപ്രീം കോടതി ജഡ്ജിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പക്ഷേ പൊളിറ്റിക്കൽ പ്രഷർ ജുഡീഷ്യറീൻ്റെ മുകളിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നടന്ന കേസുകളാണിത്. അതായത് പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒരു ചീഫ് ജസ്റ്റിസിനോട് ചോദിക്കണം, ഈ ആളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് നല്ലതാണോ, അപ്പോയിൻറ്റ് ചെയ്താൽ എങ്ങനെയാണ് വർക്കൗട്ട് ആവുമോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ഈ ചീഫ് ജസ്റ്റിസിനോട് ചോദിക്കണം എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഏതാണ്, കേസ് ഏതാണ്? അത് ഫസ്റ്റ് ജഡ്ജ് കേസാണ് പറഞ്ഞത്. ചീഫ് ജസ്റ്റിസിനോട് ചോദിക്കണം എന്നതാണ് ആദ്യം മുതലേ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ജഡ്ജ് കേസ് എന്താ പറഞ്ഞത്? ഈ ചീഫ് ജസ്റ്റിസിനോട് ചോദിക്കുന്നത് ബൈൻഡിങ് അല്ല പ്രസിഡൻ്റെ മുകളിൽ. അതായത് ചീഫ് ജസ്റ്റിസിനോട് ചോദിക്കും, ഞാൻ ഇയാളെ പിടിച്ച്, ഈ എനെ പിടിച്ച് ഞാൻ ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആക്കുകയാണ്, എങ്ങനെയാണ് അഭിപ്രായം? ഈ ചീഫ് ജസ്റ്റിസിനോട് ചോദിച്ചു. അപ്പോൾ ഇയാൾ കുറച്ച് നിയമവിവരമുള്ള ആളാണ്. അപ്പോൾ അയാൾ പറഞ്ഞു ഇയാളെ ആക്കണ്ടാന്ന്. പക്ഷേ സുപ്രീം കോടതി പ്രസിഡൻ്റെ മുകളിൽ ബൈൻഡിങ് അല്ല. അപ്പോൾ പ്രസിഡൻ്റ് എന്ത് ചെയ്യും? അത് കേട്ടിട്ട് അത് മൈൻഡ് ചെയ്യാതെ ഇയാളങ്ങാക്കി. അതാണ് ഫസ്റ്റ് ജഡ്ജ് കേസ്, ബൈൻഡിങ് അല്ല എന്ന് പറയുന്നത്. സെക്കൻഡ് ജഡ്ജ് കേസ് എന്താ? ബൈൻഡിങ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ചീഫ് ജസ്റ്റിസ് പ്രസിഡന്റ് പോയി ചോദിക്കുമ്പോൾ വേറെ സീനിയർ ആയിട്ടുള്ള ആരോടെങ്കിലും പോയിട്ട് ഒന്ന് ചോദിക്കണം, പ്രസിഡന്റ് എന്നോട് ഇങ്ങനെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ പ്രസിഡന്റിനോട് ഞാൻ യെസ് പറയട്ടെ, അയാളെ വെക്കാൻ, അയാൾ നല്ല ആളല്ലേ, അങ്ങനെയൊക്കെ ഒരു സീനിയറിനോട് പോയി ചോദിക്കണം. അതാണ് സെക്കൻഡ് ജഡ്ജ് കേസ്. ഈ തേർഡ് ജഡ്ജ് കേസ് എന്താ പറഞ്ഞത്? പ്രസിഡന്റ് ഈ ചീഫ് ജസ്റ്റിസിനെയും കൺസൾട്ട് ചെയ്യണം, അതുപോലെ 4 സീനിയർ ജഡ്ജിനെയും കൺസൾട്ട് ചെയ്യണം. അതായത് ചീഫ് ജസ്റ്റിസിനും പിന്നെ 4 സീനിയർ ആയിട്ടുള്ള ഏതെങ്കിലും ജഡ്ജിമാരും പ്രസിഡന്റ് ഡയറക്റ്റ്ലി കൺസൾട്ട് ചെയ്തിട്ട് അവരോടെയൊക്കെ അഭിപ്രായം വെച്ചിട്ടാണ് പ്രസിഡന്റ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. അതാണ് ഫോർത്ത് ജഡ്ജ് കേസ് പറഞ്ഞിട്ടുള്ളത്. ഇനി തേർഡ് ജഡ്ജ് കേസ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആദ്യം നമ്മളൊരു ബുക്ക് പോലെ തന്നെയാണ്. ബുക്ക് പേപ്പറൊക്കെ ആയി വരുമ്പോൾ ആദ്യം ബൈൻഡായി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ബുക്കിനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 4 ആൾക്കാരോട് പോയി ചോദിച്ചിട്ട് നല്ല വൃത്തിയുള്ളൊരു ബുക്കാക്കി മാറ്റും. അത് 4 ആൾക്കാരോട്, ചീഫ് ജസ്റ്റിസ് പ്ലസ് 4 ആൾക്കാർ. പിന്നെ 99th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്ത് ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്ത് കുറച്ച് ആൾക്കാർ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഇവരായിരിക്കും തീരുമാനിക്കുക ആരെയാണ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ അത് അൺകോൺസ്റ്റിറ്റ്യൂഷനിലാണെന്ന് പറഞ്ഞിട്ട് പിന്നെ വോയിഡാക്കി ഫോർത്ത് ജഡ്ജ് കേസിൽ. ഇപ്പം ഒരു കൊളീജിയൻ സിസ്റ്റം ഉണ്ട്, പ്രസിഡന്റ് കൺസൾട്ട് ചെയ്യും, ആ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ കൊളീജിയൻ സിസ്റ്റം ബാൻ ചെയ്തു. 99th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൽ വന്ന നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി, ഈ ഒരു കമ്മിറ്റി തീരുമാനിക്കും എന്നുള്ളത് ബാൻ ചെയ്തു. ഓക്കെ, അതൊക്കെയാണ് ബേസിക് ആയിട്ട് നമുക്ക് സുപ്രീം കോർട്ടിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി സുപ്രീം കോർട്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വശത്തേക്ക് ചെല്ലാം. ഏതാണ് സുപ്രീം കോർട്ടിൻ്റെ കുറിച്ചുള്ള ആർട്ടിക്കിൾ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എപ്പോഴും എടുത്ത് ചോദിക്കുന്ന ക്ലോസസ് വെച്ച് ചോദിക്കുന്ന ആർട്ടിക്കിൾസ് ഉണ്ട്, ഒക്കെ ഇമ്പോർട്ടൻ്റ്. അപ്പം 124 സ്റ്റാർട്ടിങ്. 124 ക്ലോസ് 1 എന്താ പറയുന്നത്? ദർ ഷുഡ് ബി എ സുപ്രീം കോർട്ട് ഫോർ ദ കൺട്രി എന്നൊക്കെ പറയുന്നത് 124 ആണ്. ഓക്കെ, ഇനി 124th 4 ക്ലോസസ് ഉണ്ട്. ഏതാണ്? ക്ലോസ് 1, ക്ലോസ് 2, ക്ലോസ് 3, അതുപോലെ തന്നെ ക്ലോസ് 4. ഇത് 4 എടുത്ത് പഠിക്കണം. അപ്പോൾ ഇതെന്താണ്? സുപ്രീം കോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഇതെന്താണ് പറയുന്നത്? അപ്പോയിൻമെൻറ്റ് ഓഫ് ജഡ്ജസ്. ആരാണ്? അപ്പോയിൻറ്റിങ് ഓഫ് ചീഫ് ജസ്റ്റിസ് ബൈ പ്രസിഡൻറ്റ്. ഓക്കെ, ഇതിൽ തന്നെ റെസിഗ്നേഷനും റിമൂവലിനെയും കുറിച്ച് പറയുന്നുണ്ട്. റെസിഗ്നേഷനെ കുറിച്ചിട്ടൊന്ന് പറയുന്നുണ്ട്. റെസിഗ്നേഷൻ ക്ലോസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പം എസ് എ, പിന്നെ അത് കഴിഞ്ഞിട്ട്
ക്വാളിഫിക്കേഷൻ, പിന്നെ റിമൂവൽ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ സ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിളാണ് 124 ക്ലോസ് 4. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു കോഡ് പോലെ പഠിക്കാം. അതായത് സർക്കാർ എന്ന് ഓർത്താൽ മതി. എന്താണ് സർക്കാർ? ഫസ്റ്റ് എസ് ഫോർ സുപ്രീം കോർട്ട്, പിന്നെ എ ഫോർ അപ്പോയിൻമെൻറ്റ്, അതിൻ്റെ കൂടെ തന്നെ വരുന്ന ആർ അത് സർ, പിന്നെ ക്യൂ ഫോർ ക്വാളിഫിക്കേഷൻ സർക്കാർ, പിന്നെ ആർ ഫോർ റിമൂവൽ. ഓക്കെ, അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മളോടൊരു ക്വസ്റ്റ്യൻ വന്നു, ലൈക്ക് 124 ക്ലോസ് 3. എന്താണ് 124 ക്ലോസ് 3? അപ്പം നമ്മൾ ഇതിപ്പോൾ റിമൂവലാണോ അതാണോ എന്നൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ സർക്കാർ എന്ന് ഓർത്താൽ മതി. സുപ്രീം കോർട്ട് അപ്പോയിൻമെൻറ്റും റെസിഗ്നേഷനും ക്വാളിഫിക്കേഷൻ റിമൂവൽ. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ ഒരു ജഡ്ജിനെ സുപ്രീം കോടതിയിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയർ വെച്ചിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിയിലെ ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ വളരെയധികം വലിയൊരു പ്രൊസീജിയറാണ്. അതായത് കുറച്ചും കൂടി കോൺസ്റ്റിറ്റ്യൂഷണലി നല്ല ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം പൊളിറ്റിക്കൽ പ്രഷർ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യാൻ നോക്കാം. ജഡ്ജസ് ഇൻക്വയറി ആക്ട് 1967 വെച്ചിട്ടാണ് റിമൂവ് ചെയ്യുക. ഈ ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്, 1967. ഓക്കെ, ഫസ്റ്റ് ലോക്സഭയിൽ 100 ആൾക്കാർ സൈൻ ചെയ്യും, രാജ്യസഭയിൽ 50 ആൾക്കാർ സൈൻ ചെയ്ത് ഏതെങ്കിലും ഒന്നെങ്കിൽ ലോക്സഭയിൽ 100 ആൾക്കാർ ഒരു പെറ്റീഷൻ ഉണ്ടാക്കും. ഈ ജഡ്ജ് എങ്ങനെയാണ്, ഈ ജഡ്ജിൻ്റെ സ്വഭാവം എന്തല്ല, ഈ ജഡ്ജ് കോൺസ്റ്റിറ്റ്യൂഷണലി മിസ്ബിഹേവിയർ ആണ് എന്നൊക്കെ എഴുതിയിട്ട് ഒരു പത്രിക ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അത് ലോകസഭയിലാവുമ്പം 100 ആൾക്കാർ അതിൽ ഒപ്പ് വയ്ക്കണം ഈ പത്രികയിൽ. ഓക്കെ, 100 ഒപ്പുകൾ വേണം. രാജ്യസഭയിലാവുമ്പോഴോ 50 ഒപ്പ് മതി. അതാ ഹൗസിൻ്റെ എണ്ണം ആൾക്കാരെണ്ണത്തിനനുസരിച്ചുള്ളതാണ്, പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഒപ്പ് വെച്ചോ അത് അവിടുത്തെ പ്രിസൈഡിങ് ഓഫീസർക്ക് കൊടുക്കും. അപ്പോൾ ഈ രാജ്യത്ത് നടന്നത് ലോക്സഭയിലാണ്. ലോക്സഭയിൽ ഇവരൊക്കെ ഒപ്പിട്ടിട്ട് അത് ലോക്സഭ സ്പീക്കറിൻ്റെ കയ്യിൽ കൊടുക്കും. അപ്പോൾ സ്പീക്കർ എന്ത് ചെയ്യും, സ്പീക്കർ അത് നോക്കും, ഓ ഇത് വാലിഡ് ആണ്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇയാളെ റിമൂവ് ആക്കണം എന്നുണ്ടെങ്കിൽ സ്പീക്കർ എന്ത് ചെയ്യും, നേരെ ഒരു 3 അംഗ കമ്മിറ്റി ഉണ്ടാക്കും. 3 അംഗ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചീഫ് ജസ്റ്റിസ് ആയിരിക്കും, അല്ലെങ്കിൽ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ആയിരിക്കും, പിന്നെ ഒരു ജുറിസ്റ്റ്, ഒരു നിയമത്തിനെ കുറിച്ച് അറിയാവുന്ന 3 ആൾക്കാർ. ഈ 3 ആൾക്കാർ എന്ത് ചെയ്യും, ഈ ഒരു കമ്മിറ്റി പറഞ്ഞ കാര്യമൊക്കെ വായിച്ചു നോക്കും. എന്നിട്ട് പറയണോ ഇയാൾ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇയാളെ റിമൂവ് ചെയ്യണം എന്ന് ഇവർക്ക് അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, സ്പീക്കറിൻ്റെ അടുത്ത് പോയി പറയും, ഇയാൾ സീനാണ്, റിമൂവ് ആക്കണം, ഇങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ ലോക്സഭ സ്പീക്കർ എന്ത് ചെയ്യും, ഇത് നേരെ ആ ഒരു കമ്മിറ്റി അന്വേഷിച്ച് കണ്ടെത്തി നമ്മൾ ഇയാളെ റിമൂവ് ആക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവരിടും. അങ്ങനെ ഇത് സ്പെഷ്യൽ മെജോറിറ്റിയിൽ 2 ഹൗസിലും പാസ്സായി കഴിഞ്ഞാൽ അയാൾ റിമൂവ് ആകും. അപ്പോൾ ഇത്രയും വലിയൊരു പ്രൊസീജിയറാണ്, പക്ഷേ ഇത് വളരെ എളുപ്പം പഠിക്കാൻ പറ്റുന്നൊരു പ്രൊസീജിയറാണ്. ഏതെങ്കിലും ഹൗസിൽ 100 50 സൈൻ ചെയ്ത് പ്രിസൈഡിങ് ഓഫീസറിന് കൊടുക്കുക. പ്രിസൈഡിങ് ഓഫീസർ കമ്മിറ്റി ഉണ്ടാക്കും. കമ്മിറ്റി കുറ്റം കണ്ടെത്തി കഴിഞ്ഞാൽ നേരെ പ്രിസൈഡിങ് ഓഫീസർക്ക് കൊടുക്കും. പ്രിസൈഡിങ് ഓഫീസർ അത് അവതരിപ്പിക്കും. അത് സ്പെഷ്യൽ മെജോറിറ്റിയിൽ 2 ഹൗസിലും പാസ്സായി കഴിഞ്ഞാൽ ആ ജഡ്ജ് റിമൂവ്ഡ് ആണ്. ഓക്കെ, സാധാരണ ഒരു നിയമമൊക്കെ ഇറക്കുന്ന പോലെ തന്നെ കുറച്ചും കൂടി വലിയ പ്രൊസീജിയറാണ്. അപ്പം ഇങ്ങനെയാണ് ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഈ 124 ക്ലോസ് 4ൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോവാം. ഏതാണ് നെക്സ്റ്റ് ആർട്ടിക്കിൾ? 125, 126, 127, 128, 129, 130. ഈ ആർട്ടിക്കിൾസൊക്കെ നമുക്ക് എളുപ്പം പഠിക്കാം. 124 പഠിച്ചു കഴിഞ്ഞു. 125 എന്താണ്? സാലറി. പിന്നെ ആക്ടിങ് ജഡ്ജ് ഉണ്ട്, എഡ്ഹോക്ക് ജഡ്ജ് ഉണ്ട്. ആക്ടിങ് ജഡ്ജ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ആക്ടിങ് പ്രസിഡൻ്റൊക്കെ പോലെ അതായത് തൽക്കാലത്തേക്ക് വരുന്നത്. എഡ്ഹോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തൽക്കാലത്തേക്ക് വരുന്ന ടൈപ്പ് ഓഫ് ജഡ്ജാണ്. അപ്പോൾ ആക്ടിങ്, എഡ്ഹോക്ക്, പിന്നെ റിട്ടയേർഡ് ജഡ്ജ്, പിന്നെ കോർട്ട് ഓഫ് റെക്കോർഡ്. ഓക്കെ, അപ്പം നമ്മൾ സാർക്ക് പഠിച്ചാൽ മതി, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷനിൽ അത്. അപ്പം സാർക്ക് എന്താണ്? സാലറി, ആക്ടിങ്, അപ്പോയിൻമെൻറ്റ്. 124 നമ്മൾ പഠിച്ചു. അപ്പോൾ 125, 126, 127, 128, 129. ഓക്കെ, സാലറി, ആക്ടിങ്, എഡ്ഹോക്ക്, റിട്ടയേർഡ്, കോർട്ട് ഓഫ് റെക്കോർഡ്. കോർട്ട് ഓഫ് റെക്കോർഡ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അത് ആ ഓർഡറിൽ പഠിക്കാം. ഇനി 130 എന്താ? സീറ്റ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ട് എവിടെയാണുള്ളത്? തിരുവനന്തപുരത്താണോ? അല്ല, ഡൽഹിയിലാണ്. ഡൽഹിയാണ് സീറ്റ് ഓഫ് സുപ്രീം കോർട്ട്. അത് നമ്മൾ പഠിക്കണം. ഇനി ഇത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. ഇത് നാളൊരു മോക്ക് ടെസ്റ്റിൽ കണ്ടിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വെസസ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ് ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് വെസസ് സ്റ്റേറ്റ്.
ഇതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കേരളത്തിന് അധികം ധനസഹായം നൽകുന്നില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കെതിരെ ഒരു കേസ് കൊടുത്തു. അപ്പോൾ അവിടെ ഈ ഒരു കേസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് വേഴ്സസ് സ്റ്റേറ്റ് ഞാൻ പറഞ്ഞുതരാം. തമിഴ്നാടും ആന്ധ്രാപ്രദേശും തമ്മിൽ തമിഴ്നാടും കർണാടകയും തമ്മിൽ കാവേരി നദീൻ്റെ മുകളിൽ ഒരു തർക്കം ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ 131 ആ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ വെച്ചിട്ടാണ് സുപ്രീം കോർട്ട് അതൊക്കെ സോൾവ് ചെയ്യുന്നത്. ഇതൊന്നും നമ്മുടെ സാധാരണ ഡിസ്ട്രിക്ട് കോർട്ടിൽ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ കേസൊന്നും കാണില്ല. സ്റ്റേറ്റ് വേഴ്സസ് സ്റ്റേറ്റ് ഇതൊക്കെ കൂടുതലും സുപ്രീം കോർട്ടിലാണ് ഉണ്ടാവുക. അത് ഒറിജിനൽ ജുറിസ്ഡിക്ഷനിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ആർട്ടിക്കിൾസൊക്കെ അങ്ങനെ. ഇനി 131 നമ്മൾ ഒറിജിനൽ പഠിച്ചു. 132, 33, 34 നമുക്ക് വേഗം പഠിക്കാം. അപ്പാലറ്റ്, സിവിൽ, ക്രിമിനൽ. അതായത് ചില കേസിൽ ഇതിനൊക്കെ സർട്ടൈൻ കേസസ് ഉണ്ട്. സർട്ടൈൻ കേസസിലുള്ള അപ്പാലറ്റ് ജുറിസ്ഡിക്ഷൻ, സിവിൽ, ക്രിമിനൽ, ഇതാണ് ഈ 3 എണ്ണത്തിൽ വരുന്നത്. ഓക്കെ, അപ്പം ഇതെപ്പോഴും ഒരു ട്വിന്നല്ല 3 ആൾക്കാർ ഒരുമിച്ച് ട്രിപ്ലെറ്റ് ആയിട്ട് നമ്മൾ കാണാറുണ്ട്. 132, 133, 134 കേസുകൾ. അതായത് അപ്പാലറ്റ്, സിവിൽ, ക്രിമിനൽ എപ്പോഴും കാണാറുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ പഠിക്കുക. നമുക്ക് ഇത് ഓർമ്മയുണ്ട്. സാർക്ക് പിന്നെ 130 സീറ്റ്. 30 പറയുമ്പം ഒരു റൗണ്ട് നമ്പറായി. അപ്പോൾ കുറേ ഓടിയതല്ലേ, ഒന്ന് ഇരിക്കുക. അതാണ് സീറ്റ് ഡൽഹിയിൽ. 131 എന്താ വെച്ച് കഴിഞ്ഞാൽ 2 സ്റ്റേറ്റുകൾ തമ്മിൽ അടി ഉണ്ടാവുക. ഒരു സ്റ്റേറ്റും 2 സ്റ്റേറ്റും. അപ്പം നടുവിൽ സുപ്രീം കോടതി ഇങ്ങ് വന്നിക്കുക. സുപ്രീം കോർട്ടിന് എന്താ 3 വിശേഷിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ടയർ ഇതല്ലേ. അതായത് ഡിസ്ട്രിക്ട് കോർട്ട്, സ്റ്റേറ്റത്തെ ഹൈക്കോർട്ട്, അതുപോലെ സുപ്രീം കോർട്ട്. അപ്പം സുപ്രീം കോർട്ടിനെ 3 ആയിട്ട്. അപ്പോൾ 130ാമത്തെ ആർട്ടിക്കിൾ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഇനി നമുക്ക് അടുത്തയിലേക്ക് പോകാം. അതായത് 135, 136 കുറച്ച് നീണ്ടു പോകും. ഓക്കെ, നമുക്കെന്നാൽ ഒരു കാര്യം ചെയ്യാം. ഓക്കെ, വേഗം നോക്കാം. അപ്പം ഇനിയും ഉണ്ടോ? ഓക്കെ, ഇല്ല. അപ്പോൾ അത് നമുക്ക് വേഗം കംപ്ലീറ്റ് ചെയ്യാം. അതായത് 135 അതായത് ഫെഡറൽ കോർട്ട്. പണ്ട് ബ്രിട്ടീഷ് ടൈമിൽ ഉണ്ടായിരുന്ന ഫെഡറൽ കോർട്ട് ആണ് സുപ്രീം കോർട്ട് ആവണതെന്ന് പറയുന്നതാണ് 135. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളല്ല, ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. 135 നമ്മൾ 130 സീറ്റാന്ന് പറഞ്ഞു. ഇരുന്ന് കഴിഞ്ഞിട്ട് അടി ഉണ്ടാക്കണം. 131 സിവിൽ അല്ല, അപ്പാലറ്റ്, സിവിൽ, ക്രിമിനൽ, എന്നിട്ട് ഫെഡറൽ കോർട്ട്. ഓക്കെ. ഇനി 136 സ്പെഷ്യൽ ലീവാണ്. 136 സ്പെഷ്യൽ ലീവാണ്. അപ്പം നമ്മൾ 126 ഓർക്കണം. അല്ല, 126 ഓർക്കണ്ട, 136 സ്പെഷ്യൽ ലീവാണ്. അപ്പോൾ 36 എന്ന് പറഞ്ഞാൽ എന്താ? 36 എന്ന് പറയുമ്പോൾ 36 എന്താ? 6ൻ്റെ സ്ക്വയറാണ്. 6 എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? നമുക്ക് സിക്ക് എന്ന് ഓർമ്മ വരും. സിക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ലീവ് എടുക്കും. അതാണ് സ്പെഷ്യൽ ലീവ്. അതുപോലെ തന്നെ നമ്മൾ സിക്കിം എന്ന് പഠിക്കുമല്ലോ. സിക്കിം 36th അമെൻമെൻറ്റ് വെച്ചുണ്ടായൊരു സ്റ്റേറ്റാണ്. സിക്കിം 36th അമെൻമെൻറ്റ് ഉണ്ടായൊരു സ്റ്റേറ്റാണ്. അങ്ങനെയും പഠിക്കാം. അപ്പം 136 സിക്ക് വന്നു. 36 അപ്പോൾ സ്പെഷ്യൽ ലീവ് എടുത്ത് പോയി. ഓക്കെ, ഇനി 137 എന്താ? ജുഡീഷ്യൽ റിവ്യൂ ആണ്. അത് ഞാൻ ഇങ്ങനെയാണ് ഓർക്കാറ്. 7 കുറച്ച് ഇങ്ങോട്ടാക്കിയാൽ ജെ ആയി. ജുഡീഷ്യൽ റിവ്യൂ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ജെ എന്ന് പറയുമ്പോൾ ജുഡീഷ്യൽ റിവ്യൂ അങ്ങനെ ഓർത്താൽ മതി. ഇനി 138 എന്ന് പറയുമ്പം 128 ലിങ്ക് ചെയ്യുക. 125, 126, 127 ഞാനിപ്പോൾ മറച്ചു നോക്കുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒരു റിവിഷൻ ആവുമല്ലോ. ഇതെന്താ? സാലറി, ആക്ടിങ്, അഡ്ഹോക്ക്, റിട്ടയർ ജഡ്ജ്. ഇതിങ്ങനെ ഓർക്കാം. അഡ്ഹോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അഡ്ഹോക്ക് AD എന്നല്ലേ എഴുതുക. ഒരു ആഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാധനം മേടിക്കുന്നതിന് മുമ്പേ ഒന്ന് റിവ്യൂ ചെയ്യില്ലേ? ഒരു ആഡ് കണ്ടു ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്, ഒരു TVനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മളിത് മേടിക്കണമെന്നുണ്ട്. പക്ഷേ നമ്മൾ യൂട്യൂബിൽ പോയിട്ട് അതിൻ്റെ റിവ്യൂ ഒന്ന് നോക്കും. അപ്പോൾ 127 137 ലിങ്ക് ചെയ്ത് പഠിക്കാം. ഈ 138 128 ലിങ്ക് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെന്താ? റിട്ടയേർഡ് ജഡ്ജ് സുപ്രീം കോടതിയിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സുപ്രീം കോടതിയിലെ എണ്ണം കൂടും. അപ്പോൾ എൻലാർജ്മെൻ്റ് ആവും. എന്താ? ജുറിസ്ഡിക്ഷൻ എൻലാർജ്മെൻറ്റ്. അങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കുക. ശരിക്കും ജുറിസ്ഡിക്ഷൻ എൻലാർജ്മെൻറ്റ് എപ്പോഴാണ് വരിക? നമ്മളിപ്പം യുദ്ധം ചെയ്ത് പാകിസ്ഥാൻ ഇന്ത്യേൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ നമ്മളെ ജുറിസ്ഡിക്ഷൻ അവിടേക്കും എൻലാർജ് ആവും. അതാണ്. ഇനി 139 റിറ്റ്, എക്സ്ട്രാ റിറ്റ് വരുന്നത്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളല്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പക്ഷേ നമുക്ക് സ്റ്റാറ്റിക്കായിട്ട് അവിടുന്ന് ചോദ്യം വരാം, ഒന്നും പറയാൻ പറ്റില്ല. ഇനി 140 ആൻസിലറി പവർ. അപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ 136 എന്ന് പറഞ്ഞു വരുമ്പോൾ സിക്ക് അങ്ങനെ ഓർത്ത് വയ്ക്കാം. 137 ജുഡീഷ്യൽ റിവ്യൂ 7J അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കാം. 128 ഓർക്കുക. 128 എന്താ? സാർക്ക്, റിട്ടയേർഡ് ജഡ്ജ് സുപ്രീം കോർട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ജുറിസ്ഡിക്ഷൻ എൻലാർജ് ആവും. ഓക്കെ, അങ്ങനെ ഓർത്ത് വയ്ക്കാം.
ഇനി അടുത്തത് ആൻസിലറി പവർ. ഇത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 140 ആൻസിലറി പവറിന് 130 സീറ്റ്. അതുപോലെ അടുത്ത വരുന്നൊരിതാണ് ആൻസിലറി പവർ. അത് അങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കാം. ഈ 141 സുപ്രീം കോടതിൻ്റെ ഡിസിഷൻ എല്ലാത്തിൻ്റെയും മുകളിൽ ബൈൻഡിങ് ആണെന്ന്. അപ്പം ഇതും നമ്മൾ നേരത്തെ കച്ചറ ഉണ്ടാക്കുമ്പോൾ നടുവിൽ സുപ്രീം കോർട്ട് വന്നിക്കുമെന്ന് പറഞ്ഞ പോലെ ബൈൻഡിങ് ആണ്. സുപ്രീം കോർട്ടിൻ്റെ ഡിസിഷൻ ബാക്കിയുള്ള എല്ലാ കോർട്ടും 1, 2 കോർട്ടിൻ്റെ മുകളിലൊക്കെ ബൈൻഡിങ് ആണ്. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ അടുത്തൊരു ഇതിൽ കണ്ടിരുന്ന ഒരു കുട്ടിക്ക് IIT ഫീസ് ഇല്ലാഞ്ഞിട്ട് സുപ്രീം കോടതി ഇടപെട്ടിട്ട് കംപ്ലീറ്റ് ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 142 അങ്ങനെ ഓർക്കുക. 143 പ്രസിഡൻറ്റ് ടു കൺസൾട്ട് സുപ്രീം കോർട്ട്. നമുക്കറിയാം 123 പ്രസിഡൻറ്റിൻ്റെ എന്തായിരുന്നു ഓർഡിനൻസിൻ്റെ പവറാണ്. അതുപോലെ 143 പ്രസിഡൻറ്റ് സുപ്രീം കോർട്ടിനെ കൺസൾട്ട് ചെയ്യാനുള്ള പവറാണ്. നമ്മൾ പ്രസിഡൻ്റ് അടിയിൽ തന്നെ പഠിക്കുന്നൊരു സാധനമാണ്. ഇനി 144 പറഞ്ഞാൽ 12ൻ്റെ സ്ക്വയർ, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സുപ്രീം കോർട്ട് പെർഫെക്റ്റ് ആവണമെങ്കിൽ എന്താ വേണ്ടത്? സിവിൽ ആൻഡ് ജുഡീഷ്യൽ അതോറിറ്റി സുപ്രീം കോർട്ടിൻ്റെ അടിയിൽ എയ്ഡ് ചെയ്ത് ആക്ട് ചെയ്യണം. ഓക്കെ. ഇനി അവസാനം വരുന്ന 2 റൂളും എക്സ്പെൻസ് റിലേറ്റഡ് ടു ഓഫീസർ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് സുപ്രീം കോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ. 16 മിനിറ്റ് സുപ്രീം കോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ. അപ്പം ഇത്ര ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസാണ് സുപ്രീം കോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതിൻ്റെ കോഡ് പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ ഈ കോഡൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം, ഏറ്റവും ലാസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഫസ്റ്റ് തന്നെ നമ്മൾ 124 ആർട്ടിക്കിൾ നോക്കാം. 124 ആർട്ടിക്കിളിൽ വരുന്ന 1, 2, 3, 4 സാലറി നമ്മളെന്തായെന്ന് പറഞ്ഞാൽ സർക്കാരാണ് പറഞ്ഞത്. സർക്കാർ. ഇത് റിമൂവൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാലറി അപ്പോയിൻമെൻറ്റ്, അതുപോലെ റെസിഗ്നേഷനിൽ പറയുന്നുണ്ട് ക്വാളിഫിക്കേഷൻ, റിമൂവൽ. അപ്പോൾ ഇത് സെറ്റാണ്. ഇനി ജഡ്ജസ് ഇൻക്വയറി ആക്ട് 1967 വഴി പറയുന്ന റിമൂവൽ, അതായത് ലോക്സഭയിലോ രാജ്യസഭയിലോ 100 50 ആൾ സൈൻ ചെയ്തിട്ട് പ്രിസൈഡിങ് ഓഫീസറിന് കൊടുക്കും. പ്രിസൈഡിങ് ഓഫീസർ എന്ത് ചെയ്യും? 3 മെമ്പർ അംഗം ഉണ്ടാക്കും. ഒന്ന് സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജോ, പിന്നെ ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ ഒരു ജുറിസ്റ്റ്. ഇവർ അത് കണ്ടെത്തിയിട്ട് തെറ്റാന്നുണ്ടെങ്കിൽ അയാളെ കയ്യിൽ തന്നെ ഏൽപ്പിക്കും. ഇയാൾ എന്ത് ചെയ്യും? അത് 2 ഹൗസിൽ അവതരിപ്പിക്കും. സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കും, റിമൂവ് ആക്കും. ഓക്കെ. ഇനി 125, 126, 127 ഈ ഒരു ടൈമിൽ നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് റീകളക്ട് ചെയ്താൽ മതി. 128, 129 ഇത് നമ്മൾ സാർക്ക് നിന്ന് പഠിച്ചിരുന്നു. SAARC. എന്താ? സാലറി തന്നെ. സുപ്രീം കോർട്ട് കഴിഞ്ഞു. നമ്മൾ തൊട്ട് മുമ്പ് 124 ക്ലോസ് 1 സാലറിയാണോ പറഞ്ഞത്? സാലറി അല്ല, സുപ്രീം കോർട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. എനിക്ക് ഓർമ്മയില്ല അങ്ങനെയാണോ പറഞ്ഞതെന്ന്. സുപ്രീം കോർട്ടിനെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. SC 1, 2, 3 ഫ്ലോർ. ഈ ക്ലോസിൽ ഇതെന്താ? സുപ്രീം കോർട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 2ൽ എന്താ പറയുന്നത്? അപ്പോയിൻമെൻറ്റ്, ക്വാളിഫിക്കേഷൻ, അതൊക്കെ ഓക്കെ. അപ്പോൾ അത് സാലറി അല്ല, സുപ്രീം കോർട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്നും കൂടി മനസ്സിലാക്കുക. ഈ ലാസ്റ്റ് 4 ക്ലോസ് സാലറി, ആക്ടിങ്, അഡ്ഹോക്ക്, റിട്ടയർ ജഡ്ജ്, കോർട്ട് ഓഫ് റെക്കോർഡ്. ഓക്കെ. ഇനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി തന്നെ പറയാം. 136 എന്തായിരുന്നു? സിക്കാകുമ്പോൾ വരുന്നത്. 36 സിക്കായി കഴിഞ്ഞാൽ എന്താ? സ്പെഷ്യൽ ലീവ് ഇൻ സർട്ടൈൻ കേസസ്. 127 എന്താ? അഡ്ഹോക്ക്. ആഡ് കണ്ടു കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യണം, ജുഡീഷ്യൽ റിവ്യൂ. അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ 7 എന്നുള്ളതുകൊണ്ട് ജുഡീഷ്യലായിട്ട് നോക്കിയിട്ട് എടുക്കാം. 128 റിട്ടയേർഡ് ജഡ്ജ്. അപ്പോൾ 138 എന്താ? റിട്ടയേർഡ് ജഡ്ജ് വന്നു കഴിഞ്ഞാൽ ജുറിസ്ഡിക്ഷൻ എൻലാർജ്മെൻറ്റ് വലുതാകും, ജുറിസ്ഡിക്ഷൻ വലുതാകും. ഈ 129 കോർട്ട് ഓഫ് റെക്കോർഡ്. അത് നമ്മൾ പഠിച്ചില്ല. അപ്പം ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 130 സീറ്റ് ഡൽഹിയിൽ, 140 ആൻസിലറി പവർ, 131 ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വേഴ്സസ് സ്റ്റേറ്റ് ആ കേസിലൊക്കെ. 141 എവറിത്തിങ് ഇസ് ബൈൻഡിങ് ഓൺ സുപ്രീം കോർട്ട്. 132, 33, 34 ഇതെന്താ? സിവില്. ഇത് സിവില്, ക്രിമിനല്, സിവില്, അതുപോലെ തന്നെ അപ്പാരറ്റ് ജുറിസ്ഡിക്ഷൻ. ഓക്കെ. ഇനി 144 എവറി കോർട്ട് ആക്ട് ഇൻ എയ്ഡ് വിത്ത് സുപ്രീം കോർട്ട്. 142 കംപ്ലീറ്റ് ജസ്റ്റിസ്. 143 പ്രസിഡൻറ്റിനെ കൺസൾട്ട് ചെയ്യാനുള്ളത്. ഇനി മിസ് ഔട്ട് ആയിരുന്നു.
അപ്പം ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്. റിറ്റ് എക്സ്ട്രാ 139 അതൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. റിറ്റ് എക്സ്ട്രാ ഇത്രയൊക്കെയാണ് സുപ്രീം കോർട്ടിനെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിൾസും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും. ഓക്കെ, ബൈ.